പാലക്കാട്ടെ നബീസ വധക്കേസിൽ വിധി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മണ്ണാർക്കാട് കോടതിയിൽ അന്തിമവാദം പൂർത്തിയായി. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് പ്രോസിക്യൂഷന്റെ വാദം? പ്രതിഭാഗം എന്ത് ഉന്നയിച്ചു? 12:40 ഈ നബീസ വധക്കേസിൽ അന്തിമ വാദ നടപടികൾ മണ്ണാർക്കാട് കോടതിയിൽ ആരംഭിച്ചത്. ഏതായാലും ഈ അന്തിമ വാദ സമയത്ത് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ കേസിൽ വധശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണം എന്നുള്ളതാണ്. അതിന് കാരണമായി പറഞ്ഞത് വലിയ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ പ്രതികൾ നടത്തിയിരിക്കുന്നത്. അതും റമദാൻ മാസത്തിലാണ് ഇത്തരം ഒരു കൊലപാതകം എന്നുള്ളതും എടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ അന്തിമ വാദം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ചീരക്കറിയിൽ വിഷം ചേർത്ത് നൽകുന്നു, അത് കഴിഞ്ഞ് ബലം പ്രയോഗിച്ച് വായിലേക്ക് വിഷമൊഴിക്കുന്നു. ഏകദേശം കൂടത്തായി കേസുമായി സാദൃശ്യമുള്ള അതേ കേസാണിത്. അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഉണ്ടായത്. അതേസമയം തന്നെ ഇവരുടെ മുൻകാലത്തിലുള്ള കേസുകളോ മറ്റോ ഒന്നും പരിഗണിക്കരുത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അതുമാത്രമല്ല, പോലീസും തങ്ങൾക്കെതിരെ മോശമായി പെരുമാറിയെന്നും കൂടാതെ 12 വയസ്സുള്ള മകനെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഫസീലയും കോടതിയോട് ആവശ്യപ്പെടുകയുണ്ടായി. ഏതായാലും ആ അന്തിമ വാദം എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി 3 മണിക്കാണ് കോടതി ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. വളരെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഈ മണ്ണാർക്കാട് ഫസീല അതുപോലെ തന്നെ ഫസീലയുടെ ഭർത്താവും ചേർന്ന് നടത്തിയ നബീസ വധം എന്നുള്ളതാണ്. നബീസ എന്ന അവരുടെ ഭർത്താവിൻ്റെ മുത്തശ്ശിയാണ് ഫസീലയുടെ. ആ ഭർത്താവിൻ്റെ മുത്തശ്ശിയാണ് ഫസീലയെ വീട്ടിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിരോധം മൂലം വിഷം ചേർത്ത് നൽകും. ഭക്ഷണത്തിൽ ആദ്യം വിഷം ചേർത്ത് നൽകുന്നു, അതിനുശേഷം പിന്നീട് ബലം പ്രയോഗിച്ച് വായിലേക്ക് വിഷമൊഴിക്കുന്നു. അതിനുശേഷം കൊലപ്പെടുത്തിയതിന് ശേഷം മണ്ണാർക്കാട് തന്നെയുള്ള ആര്യംബാവ എന്ന സ്ഥലത്ത് കൊണ്ട് ഈ ബോഡി അവിടെ റോഡരികിലിടുന്നു. റോഡരികിലിടുമ്പോൾ ഒരു കത്തും ഇതിനോടൊപ്പം ആത്മഹത്യ എന്ന തരത്തിലുള്ള ഒരു കത്തും ഈ മൃതശരീരത്തോടൊപ്പം വയ്ക്കുന്നു. പക്ഷെ പിന്നീട് പോലീസ് ഈ കത്ത് കണ്ടെടുത്തപ്പോൾ, അതായത് മൃതദേഹത്തിന് അരികിലുള്ള സഞ്ചിയിൽ നിന്നും കത്ത് കണ്ടെടുത്തപ്പോൾ ആ കത്തിൽ ഇത്തരത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നുണ്ടെങ്കിലും നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളതായിരുന്നു ഈ കേസിൽ വഴിത്തിരിവായി മാറിയത്. ഏതായാലും 2016 ജൂൺ മാസത്തിൽ നടന്ന കേസാണ്. ആ കേസിലാണ് കോടതി വിധി പറയാൻ പോകുന്നത്. അന്തിമ വാദം ഏതായാലും പൂർത്തിയായി. 3 മണിക്ക് വിധി പറയും. ഓക്കെ, ശരിയാണ്.